എങ്ങനെയുണ്ട് ഞാൻ ശ്രാവണം കൊടുത്ത പണി? ഇപ്പോഴാണ് മനസ്സിനൊരു ആശ്വാസമായത്. അവരൊരു പാട്ട വണ്ടി. ഹലോ, ഇതാര്? കോളേജ് ഹീറോയോ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചെലവ് വേണം. നമ്മുടെ സ്ഥിരം ഹാങ് ഔട്ട് സ്പോട്ട് നൈറ്റ് കാണാം. ഹായ് ഗൈസ്, വാട്സ്ആപ്പ്. ഹേയ് ബേബ്. ഇന്നലെ കഫറ്റീരിയയുടെ മുന്നിൽ നടന്നൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പോഴാണ് ചേരേണ്ടവർ തമ്മിൽ ചേർന്നത്. ഞങ്ങൾ കരുതിയത് മേഘയുടെ ജീവിതം ആ ദരിദ്രവാസി കൊണ്ടുപോയെന്നാണ്. വാട്ട് ഗൈസ്, എനിക്കത് അത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു. അവൻ എന്തോ പ്രേമോന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണോ മേഘ? എന്താടാ, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിന്നോട് ഞാൻ ചോദിക്കും, അപ്പൊ നീ പറഞ്ഞാ മതി. എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു. രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. മേഘ, നിനക്ക് വേണ്ടിയല്ല ഇത്രയും കാലം ജീവിച്ച, അല്ല നിനക്ക് പറയാൻ പറ്റുമോ? എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? സ്വന്തം കാര്യം നോക്കി ജീവിക്കാതായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു മണ്ടനെ പോലെ നിങ്ങളുടെ മുമ്പ് വന്ന് നിൽക്കണ്ടായിരുന്നു. സ്വന്തമായിട്ട് തന്നെ നീ ഇത്ര ഗതികെട്ടനാന്ന് പറയുമ്പോ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് ശ്രാവൺ? ഓരോ ദിവസം ഓരോ കാമാനെ കൊണ്ട് നടക്കുന്നല്ലേ, അത്രയും ഗതികേട് എനിക്ക്. മേഘയും രാഹുലും അടക്കം അവിടെ കൂടി നിന്ന എല്ലാവരും ഒരു നിമിഷം ഭയന്നു. എന്നാൽ മേഘയെ അടിക്കാൻ ഉയർത്തിയ കൈകൾ ശ്രാവൺ മെല്ലെ താഴ്ത്തി. തലന്നില്ലേ? എന്ത്, നിനക്ക് അതിന് പേടിയാണോ? നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. യു ആർ സച്ച് എ ലൂസർ. മേഘ, മതി, നിർത്തിക്കോ. തിരിച്ചെല്ലാം എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്നെ പോലുള്ള സ്ത്രീയെ തല്ലി ഷോണിക്കേണ്ട ഗതികേട് എനിക്കില്ല. ആഹാ, സാർ ഇത്രക്ക് വലിയ പുരോഗമനവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ സ്ത്രീകളെ തല്ലണ്ട, എന്നെ തല്ലേ. ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് കയറി അത് പറഞ്ഞത്. എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത്. മേഘയും അർച്ചനയും വിക്ടറും ദേവും എല്ലാം അത് ശ്രദ്ധിച്ചു. ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി. ശ്രാവണനെ മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു. മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി. അവൾ രാഹുലിനെ പിടിച്ചു മാറ്റി. വിട്, ഇവൻ നമ്മുടെ സ്റ്റാൻഡേർഡ് നേർന്ന ആളല്ല. ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹിം ഗോ. ഈ ഹൈ ക്ലാസ് മേഘ, നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തപിക്കും. ഇത് ശ്രാവണ പറയുന്ന, ഓർത്ത് വെച്ചോ. മോറടി. മതി, നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. എന്റെ ഈ പാട്ട് കണ്ടിട്ട് തളം വിട്ടോ. അർച്ചനയും വിക്ടറും ദേവും അടക്കം അവിടെ നിന്നവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ വണ്ടി പഞ്ചറാക്കിയത് അർച്ചനയും സുഹൃത്തുക്കളും ചേർന്നാണെന്ന് ശ്രാവണന് മനസ്സിലായി. ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ തന്റെ പഞ്ചറായ ബൈക്ക് മുരുട്ടി മുന്നോട്ട് പോകാൻ ഒരുങ്ങി. എന്നാൽ ഈ സമയം വിക്ടർ ഇടയിൽ കയറി. മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ കൂടി പറയാണ്, നിന്റെ ഈ ആക്രി വണ്ടിയോടെ വച്ച കത്തിക്ക് ഞാൻ. ഇത് ജസ്റ്റ് ഒരു ട്രെയിലറോടെ ഉണ്ടാ മതി. അതിനെന്തിനാണെന്ന് ചിരിക്കണേ? കഴിഞ്ഞോ? അതോ എന്തെങ്കിലും ബാക്കിയുണ്ടോ? തീർന്നെങ്കിൽ പോവായിരുന്നേ. അവന്റെ മുഖത്ത് ആക്കല് കണ്ടില്ലേ? തീർന്നിട്ടില്ലടാ, ഇനി നിന്നെ കൂടെ തീർക്കാനുണ്ട്. അർച്ചന, ദേ നിന്റെ ഡാഡി വരുന്നു. അശോക് സാർ. കോളേജിലേക്ക് വന്ന ആ കാറിന്റെ ഉള്ളിൽ ആരാണെന്ന് വണ്ടി നമ്പർ കണ്ടാൽ തന്നെ എല്ലാവരും തിരിച്ചറിയുമായിരുന്നു. അശോക്, അർച്ചനയുടെ ഡാഡി. ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് ടൈക്കോൺ. അതീവ കോടീശ്വരന്മാർക്ക് മാത്രം അക്കൗണ്ടുള്ള പ്ലാറ്റിന സിറ്റി ബാങ്കിൽ അക്കൗണ്ടുള്ള മനുഷ്യൻ.
ഈ നഗരത്തിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും അശോക് പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. അശോക് തീറ്റിപ്പൊട്ടുന്ന കൊട്ടേഷൻ സംഘങ്ങൾ കൈ കൊണ്ടുവരാൻ പറഞ്ഞാൽ തല കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിനു നേരെ നോക്കാൻ പോലും എല്ലാവർക്കും ഭയമാണ്. അശോകിന് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, അത് തന്റെ മകൾ അർച്ചനയാണ്. ഞങ്ങളെ അശോക് സാറിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ധൃതി പിടിക്കല്ലേ, അതൊക്കെ ഞാൻ സമയമാകുമ്പോ ചെയ്തുതരാം. നീ എപ്പോഴും ഇത് തന്നെയാ പറയണേ. ബൈ. എന്നാ പിടിച്ചോ, കൊണ്ടുപോയേ പഞ്ചറൊട്ടിക്ക്. He's the man, a secret millionaire, humble disguise, the silent tycoon, a low-key lifestyle, a high-stakes game, the king of the streets. അർച്ചനയുടെ ഡാഡി ശ്രാവണിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നത് കണ്ട് ഞെട്ടിയത് അർച്ചന മാത്രമായിരുന്നില്ല, ആ കോളേജ് മുഴുവനായിരുന്നു. കാരണം അശോക് ആരുടെയും മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നത് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല. ശ്രാവൺ സാർ, താങ്കൾ ഈ കോളേജിലാണോ പഠിക്കുന്നത്? താങ്കൾക്ക് നേരെയാണോ അർച്ചന കാശ് വലിച്ചെറിഞ്ഞത്? ഞങ്ങളോട് ക്ഷമിക്കണം സാർ. What's happening, huh? അർച്ചന, സാറിനോട് ക്ഷമ ചോദിക്കേ. ഞാൻ സോറി ചോദിക്കാനോ? ഡാഡി എന്താ ഈ പറയുന്നേ? ഡാഡി എന്താ ഇവനോട് ഇങ്ങനെ നിൽക്കുന്നേ? ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയാമോ? മിസ്റ്റർ അശോക്, അത് വിട്ടേക്ക്. അവൾ ആളറിയാതെ പറഞ്ഞല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാർ എന്താ ഈ കോലത്തില്, അതും ഇങ്ങനൊരു ബൈക്കിൽ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാതിരിക്കുന്ന മിസ്റ്റർ അശോക് നല്ലത്. എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. സാർ ഇങ്ങനെ ബൈക്ക് റൂട്ടി പോകാൻ സാറിനെ ഞാൻ സമ്മതിക്കില്ല. അർച്ചന, സാറ് കാറിൽ പോയിക്കോട്ടെ, നമുക്ക് മറ്റൊരു വണ്ടി പോവാം. സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കാം. സാറ് ദയവേദി കാറിൽ കയറണം. ഡാഡി എന്തൊക്കെയാ ഈ പറയുന്നത്? ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത് പ്ലീസ്. എന്നൊക്കെ വലുതാണോ ഡാഡിക്ക് ഇവൻ? അർച്ചന, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. തൽക്കാലം നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇദ്ദേഹം കാരണമാണ് ഞാനും നീയൊക്കെ ഇങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇങ്ങോട്ട് മാറിക്ക്. അർച്ചനയുടെ ഡാഡി അങ്ങനെ പറഞ്ഞതോടെ അർച്ചന മാത്രമല്ല, അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി മാറി. ഇതിനു മാത്രം അശോക് ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ ശ്രാവൺ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. മിസ്റ്റർ അശോക്, നിങ്ങൾ അർച്ചനയായിട്ട് കാറിപ്പോക്കോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതെന്റെ റിക്വസ്റ്റ് അല്ല, ഓർഡറാണ്. എതിർക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? സംഭവിച്ചതൊന്നും അർച്ചനയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നില്ലായിരുന്നു. അർച്ചനയുടെയും അവിടെ കൂടി നിന്നവരുടെയും മനസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു. ആരാണ് ശ്രാവൺ? എന്ത് ബന്ധമാണ് ശ്രാവണും അർച്ചനയുടെ ഡാഡിയും തമ്മിലുള്ളത്? അശോക് പറയുന്നത് പോലെ ശ്രാവൺ ഒരു മഹാസംഭവമാണെങ്കിൽ എന്തിനാണ് ശ്രാവൺ ഒരു ഭിക്ഷക്കാരനെ പോലെ കോളേജിൽ വരുന്നത്? അശോക് പോലും ഭയക്കുന്ന ഒരാളാണ് ശ്രാവണെങ്കിൽ ശ്രാവണിനെ ഇത്രയും നാൾ അപമാനിച്ചവരുടെ അവസ്ഥ ഇനി എന്താകും? തന്നെ ചതിച്ച മേഘയും രാഹുലും ശ്രാവണിന്റെ പകയിൽ വെന്തുരുകുമോ? ശ്രാവൺ ആരെന്ന രഹസ്യം കോളേജ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളോ? ശ്രാവണിനെ കുറിച്ച് അവിടെ കൂടി നിന്നവരുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.